നവരാത്രിയൊക്കെ അല്ലേ വന്നത്, നമുക്കൊരു അടിപൊളി ടോപ്പ് വെച്ചാലോ. എൻ്റെ കയ്യിൽ ഇതേപോലെ കുറേ കട്ട് പീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ തന്നെ എടുക്കണതാണ്, നല്ല പീസ് കാണുമ്പോൾ 1 മീറ്റർ 2 മീറ്റർ ഒക്കെ വെച്ചിട്ട്. അപ്പോൾ കുറേ നാളെത്തിയിട്ട് ഈ ഒരു പീസ് എൻ്റെ കയ്യിലേക്ക് വന്ന് കണ്ട ചുളുങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ ഒന്ന് നിവർത്തിയിട്ട് വേണം ഇനി നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് 1 മീറ്റർ ക്ലോത്ത് ഉള്ള കേട്ടോ, നല്ല വീതിയുള്ള ക്ലോത്ത് ആയതുകൊണ്ട് 1 മീറ്റർ തന്നെ നമുക്ക് ധാരാളമാണ്. ഈ എംബ്രോയ്ഡറി ഉള്ള ഭാഗമാണ് നമ്മൾ ടോപ്പിൻ്റെ ഫ്രണ്ടിൽ വെക്കണത്. ബാക്കിയുള്ള ഭാഗവും കൊണ്ട് നമുക്ക് സ്ലീവ്ലെസ്സാ ചിലപ്പോൾ കിട്ടുള്ളൂ കേട്ടോ, അതിനുള്ള ക്ലോത്തേ ഉള്ളൂ. ലൈനിങ് പീസായിട്ട് ഇതേപോലെ ഞാൻ തയ്ച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാലൻസ് പീസാണ് ലൈനിങ് പീസായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം പെപ്പലം ടോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ നമ്മളിപ്പോൾ ചെയ്യുന്നത് ആലിയ കട്ട് ടോപ്പാണ്. ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രമാണ് ഞാൻ മടക്കിയിട്ടിരിക്കുന്നത്, 2ആയിട്ടല്ല മടക്കിയിട്ടിരിക്കുന്നത്. ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 25 ഇഞ്ചാണ്. യോക്ക് ഭാഗം മാത്രം 11.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. 1/2 ഇഞ്ച് സീവ് അലവൻസ് കൂടി കൂട്ടിയിട്ട് 12 ഇഞ്ചാണ് കേട്ടോ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. മുകളിൽ ഒരു 1/2 ഇഞ്ച് ഞാൻ സീവ് അലവൻസിന് വേണ്ടി വിട്ടിട്ടുണ്ട്, അത് കൂട്ടാതെയാണ് നമ്മൾ 11.5 ഇഞ്ച് എടുക്കുന്നത് കേട്ടോ. 1/2 ഇഞ്ച് സീവ് അലവൻസും കൂടി കൊടുക്കണം. താഴ്ഭാഗം നമുക്ക് വെച്ചടിക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് സീവ് അലവൻസ് കൂടി നമ്മൾ കൊടുക്കണം. സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ ഷോൾഡർ ഞാനിവിടെ 7.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. സാധാരണ ചുരിദാറിന് എടുക്കണം അളവിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുക. ആം ഹോൾ ഞാനിവിടെ 6.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. ചുരിദാർ ആകുമ്പോൾ നമുക്കൊരു 7 ഇഞ്ച് വരെയൊക്കെ എടുക്കാം മീഡിയം സൈസിന്. ഇതൊരു 6.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. അകത്തേക്ക് 1/2 ഇഞ്ചിൻ്റെ ഒരു ചെറിയൊരു ലൈൻ വരച്ചിട്ട് അതിനകത്തേക്കാണ് ഞാനിവിടെ ജോയിൻ ചെയ്യണത്. കറുവിൻ്റെ അവിടെ നിന്ന് ഞാനൊരു 3/4 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ടാണ് ആ കറുവ് വരച്ചിരിക്കുന്നത്. നമ്മുടെ ബ്രസ്റ്റ് സൈസിനെ 4ആയിട്ട് ഹരിച്ചിട്ട് ഒരു 2 ഇഞ്ചും കൂടി അതിൻ്റെ കൂടെ ചേർത്തതിന് ശേഷമാണ് ഞാനിവിടെ അളവുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ വേസ്റ്റ് സൈഡും അതേപോലെ തന്നെ അതിന് 4ആക്കി ഹരിച്ചതിന് ശേഷം ഒരു 2 ഇഞ്ച് ഞാനിവിടെ സീവ് അലവൻസ് കൊടുത്തിട്ടുണ്ട്. അളവുകളൊക്കെ ഞാനിവിടെ കൊടുക്കാട്ടെ. ഒരു മീഡിയം സൈസിന് ഇത് ചെയ്താൽ മതി. അല്ല, നിങ്ങൾക്ക് മീഡിയം സൈസ് ആണെങ്കിലും ചില സ്ഥലങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ഒരു അളവനുസരിച്ചിട്ട് വേണം നിങ്ങളുടെ സൈസ് എടുക്കാൻ വേണ്ടിയിട്ട്. നെക്ക് ഞാനിവിടെ ഒരു വീനെക്കാണ് ചെയ്യണത്. 6.5 ഇഞ്ച് ഡെപ്തിൽ ഒരു 3.5 ഇഞ്ചാണ് ഇതിൻ്റെ വിട്ട് കൊടുത്തിരിക്കുന്നത്. വീനക്ക് തന്നെ ഞാൻ ഒത്തിരി ഒന്ന് കർവ് ചെയ്തിട്ടാണ് കേട്ടോ വീനക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്ക് തുണി ആകെ 1 മീറ്റർ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ചെയ്യുന്നത് കേട്ടോ. വളരെ സൂക്ഷിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഈ 1 മീറ്റർ കൊണ്ട് നമുക്ക് നല്ലൊരു ടോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ആലിയ കട്ടിന് വേണ്ടിയിട്ട് നമ്മളുടെ നെക്കിൻ്റെ താഴേന്ന് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 2 ഇഞ്ചാണ് നമ്മൾക്ക് വേണ്ടത്. 1/2 ഇഞ്ച് സീവ് അലവൻസും കൂടി പോകും. അത് താഴെയുള്ള ഈ ഭാഗം ഇട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. സീവ് അലവൻസ് ഇട്ട് 2 ഇഞ്ച് അതേപോലെ കർവായിട്ട് കൊടുക്കരുത്. അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തു നിന്ന് വേണം നമ്മൾ കർവായിട്ട് സ്ലോപ്പായിട്ട് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കിപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുമല്ലോ എങ്ങനെയാണ്. ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാനായിട്ട് മറക്കല്ലേ കേട്ടോ. അതിന് ശേഷം ഒരു 1/2 ഇഞ്ച് ഞാൻ അവിടെ വിട്ടതിന് ശേഷം ഞാൻ ബാക്ക് ഭാഗം ഞാൻ കട്ട് ചെയ്യാൻ കേട്ടോ. ഇതിപ്പോൾ ഫ്രണ്ട് ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തത്. ഇനി നമുക്ക് ബാക്ക് ഭാഗം കട്ട് ചെയ്യാം. ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ആം ഹോളൊന്നും കട്ട് ചെയ്യാതിരുന്നത് ഇതേപോലെ ക്ലോത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ. ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാനായിട്ട് ആദ്യം മറന്നുപോയിരുന്നു ഞാൻ, പിന്നീട് ഓർത്തപ്പോഴും വന്ന് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കേണ്ട. ഇനി നമുക്ക് ബാക്ക് ഭാഗത്തിൻ്റെ അളവുകൾ നോക്കാം. ഇതേപോലെ തന്നെ 3.5 ഇഞ്ചിലാണ് ഞാൻ അതിൻ്റെ നെക്കടയാളപ്പെടുത്തുന്നത്. ഇനി നമുക്കതിൻ്റെ ലെങ്ത്ത് നോക്കണമല്ലോ. അത് നമ്മൾ 12 ഇഞ്ച്, നമ്മൾ 12 ഇഞ്ചാണല്ലോ ഇതിനെടുത്തത്. അതേപോലെ തന്നെ 12 ഇഞ്ചിൽ അതിൻ്റെ ലെങ്ത്ത് ഇതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കഴുത്ത് വരയ്ക്കുന്നത് വ്യത്യാസമുണ്ട്. 3.5 ഇഞ്ചിൽ 3 ഇഞ്ച് റൗണ്ട് കഴുത്തും പിന്നെ നമുക്കൊരു 3 ഇഞ്ച് ഓപ്പണിങ്ങുമാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ബാക്കിയുള്ള ബ്രസ്റ്റ് സൈസും വേസ്റ്റ് സൈസൊക്കെ നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ തന്നെ ഉണ്ട്, അതേപോലെ തന്നെ കൊടുക്കുക. പിന്നെ നമ്മളിവിടെ കർവ് കൊടുക്കുന്നത് മറ്റേ ആം ഹോളിൻ്റെ കർവ് കൊടുക്കുന്നത് 1 ഇഞ്ചാണ്. നമ്മൾ മുകളിൽ കൊടുത്തത് 3/4 ഇഞ്ചാണ്. ഇത് നമ്മൾ 1 ഇഞ്ച് നമ്മളിവിടെ കർവ് കൊടുക്കുന്നുണ്ട്. അത്രയും കൊടുത്താൽ മതി കേട്ടോ. 1.5 ഇഞ്ചൊന്നും കൊടുക്കണ്ട. സ്ലീവ്ലെസ് അല്ലേ, നല്ല ഫിറ്റായിട്ടിരിക്കണമെങ്കിൽ ഇതേപോലെ ഫ്രണ്ടിൽ 3/4 ഇഞ്ചും ബാക്കിൽ 1 ഇഞ്ചുമാണ് കൊടുക്കേണ്ടത്. ഇതിനും ഇതേപോലെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് കംപ്ലീറ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല രീതിയിൽ ഇതേപോലെ സ്കെയിൽ വെച്ചും അല്ലെങ്കിൽ ടേപ്പൊക്കെ വെച്ചിട്ട് ഇതേപോലെ സ്ലീവ് അലവൻസ് ഒക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഷേപ്പ് ചെയ്യുമ്പോൾ നല്ല കറക്റ്റായിട്ട് എടുക്കും. ഒന്നും വെട്ടിക്കളയേണ്ടി ഒന്നും വരില്ല. ആലിയ കട്ടിൻ്റെ ഈ ഭാഗം ഒന്ന് അളന്ന് വെക്കുക. എനിക്കിവിടെ 3 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമാണ് ആ അളവ്. അപ്പോൾ അതൊന്ന് അളന്ന് നോക്കിയതിന് ശേഷം നമുക്കത് ബാക്കിയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. യോക്ക് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് ഭാഗം ഞാൻ അളന്ന് നോക്കുകയാണ്. എനിക്ക് 25 ഇഞ്ച് ടോട്ടൽ ലെങ്ത്ത് വേണമല്ലോ, അപ്പോൾ അത് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ 12 ഇഞ്ച് ഓൾറെഡി യോക്ക് ചെയ്ത് ഇനി 13 ഇഞ്ചും കൂടി വേണം, എന്നാലേ നമുക്ക് 25 ഇഞ്ച് ആവുള്ളൂ. അപ്പോൾ 13 ഇഞ്ചിൻ്റെ എനിക്കിതേ ബാലൻസ് അവിടെ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്രണ്ടില്ല ഇതേപോലെ എംബ്രോയ്ഡറി ഉള്ള ഭാഗം ഞാൻ ഇതേപോലെ 13 ഇഞ്ചിൽ കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് 13 ഇഞ്ച് മാത്രം പോരാ, 3 ഇഞ്ച് നമ്മളവിടെ യോക്ക് ഭാഗത്ത് അളന്ന് നോക്കിയായിരുന്നില്ലേ. ആലിയ കട്ടിൻ്റെ ട്രയാങ്കിൾ പോലത്തെ ഭാഗത്ത് ഞാനിവിടെ അളന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ 3 ഇഞ്ച് ഇതിൻ്റെ കൂടെ കൂട്ടിയതിന് ശേഷം 16 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 13 + 3 16 ഇഞ്ച്. അതിനുശേഷം സൈഡ് ഭാഗം താഴെ നിന്ന് 13 ഇഞ്ച് അടയാളപ്പെടുത്താം. ഫ്രണ്ട് ഭാഗം നമുക്ക് 16 ഇഞ്ച് തന്നെ, സൈഡിൽ നിന്ന് നമുക്ക്
13 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് അവിടെ ഇതേപോലെ ഒന്ന് ചരിച്ച് വരച്ചിട്ട് ഇതേ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ചരിച്ച് നമ്മൾക്ക് കോണോട് ചേർന്ന് വെട്ടിയെടുക്കാൻ സാധിക്കും. അതായത് ഫ്രണ്ട് ഭാഗം ഇതേപോലെ ട്രയാങ്കിൾ ആയിട്ട് ഇരിക്കുകയല്ലേ, അപ്പോൾ ആ ഭാഗത്തേക്ക് നമുക്ക് ഇതേപോലെ ട്രയാങ്കിൾ ആയിട്ട് തന്നെയാണ് വെട്ടി യോജിപ്പിക്കേണ്ടത്. ഇനി നമുക്ക് ഇതേപോലെ 13 ഇഞ്ചിൻ്റെ നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം, ബാക്ക് ഭാഗം, അതും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ യോക്ക് ഭാഗത്തിന് മാത്രം ഇതേപോലെ ലൈനിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു സ്ട്രിപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ സെൻറ്ററൊക്കെ ജോയിൻ്റ് ആണ്. ഈ തുണി ഇങ്ങനത്തെ ഒരു തരം തുണി ആയതുകൊണ്ടാണ് ഞാനൊരു സ്ട്രിപ്പ് വെക്കണത്. അല്ലെങ്കിൽ നമുക്ക് ഈ ലൈനിങ്ങും കൊണ്ട് തന്നെ നമുക്ക് അടിച്ചു മറിച്ചാൽ മതി. സ്ട്രിപ്പ് വെച്ചാൽ ഇത് നേരെയായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇതേപോലെ വീനെക്കിനും എൻ്റെ ബാക്കിലെ കഴുത്ത് ഞാൻ പറഞ്ഞല്ല ഒരു 3 ഇഞ്ച് ഓപ്പണിങ്ങും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതേപോലെ പിന്നൂത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഒരുമിച്ച് അടിച്ചങ്ങോട്ട് മറിക്കേണ്ട, സെപ്പറേറ്റ് ലൈനിങ് ഒന്നും സെപ്പറേറ്റ് വെക്കണില്ല, അതിനുള്ള നേരമൊന്നുമില്ല. നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് അടിച്ചു മറിച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സൈഡ് അടിച്ചു കൊടുക്കണം കേട്ടോ, അത് മറക്കരുത്. അപ്പോൾ നമ്മൾക്ക് ഈ ബാക്ക് ഭാഗത്ത് ഫുള്ള് നമുക്ക് സൈഡ് അടിക്കാൻ പറ്റില്ല. നമുക്ക് മറിച്ചിട്ടടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ച് ഭാഗം മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ. കാരണം ഇതേപോലെ ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഞാൻ ആ ഒരു ഇതിൻ്റെ കർവ് ഭാഗത്തൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതേപോലെ മറിച്ചിട്ട് അതിൻ്റെ ലൈനിങ്ങോട് ചേർന്നിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. കഴുത്തിൻ്റെ ആ കർവ് ഭാഗം വരെ നമുക്ക് ഇതേപോലെ തന്നെ ലൈനിങ്ങോടുകൂടി ചേർന്ന് അടിക്കാൻ സാധിക്കും. അതിനുശേഷം ആ ഒരു ഓപ്പണിങ്ങിലും ഇങ്ങനെ തന്നെ ചെയ്യാൻ സാധിക്കും. ഫ്രണ്ട് കഴുത്ത് നമുക്കിതേ വളരെ എളുപ്പമുണ്ടായി. ഇതേപോലെ തന്നെ കട്ട് ചെയ്തതിന് ശേഷം ലൈനിങ്ങോട് ചേർത്ത് അടിച്ച് മറിച്ചെടുക്കുക. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് തുന്നിയാട്ടം കൊടുക്കുന്നത്. ഞാൻ ഒരിക്കലും അടിക്കുന്നില്ല ഈ സാധനം. ഫ്രണ്ട് നമുക്ക് അതേപോലെ ഒരു സ്റ്റിച്ചിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ശരിക്കും ഒരു പെർഫെക്റ്റ് ടോപ്പ് പോലെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. ഇനി ബാലൻസ് ഉള്ള ഇതേപോലെ ലൈനിങ് എന്തെങ്കിലുമൊക്കെ തള്ളിയൊക്കെ നിൽപ്പുണ്ടെങ്കിൽ നമുക്കതൊക്കെ കട്ട് ചെയ്തെടുക്കാം. എപ്പോഴും ചെയ്യുമ്പോൾ അതേപോലെ ചെയ്താൽ നമുക്ക് റെഡിമെയ്ഡ് ഫിനിഷിങ് തന്നെ കിട്ടും കേട്ടോ. നമ്മൾ മെയിൻ തുണി തന്നെ നല്ല രീതിയിൽ മെഷർമെൻറ്റ് എടുത്ത് കട്ട് ചെയ്താക്കണമാണ്. ലൈനിങ് തുണി ഇതേപോലെ എക്സ്ട്രാ പുറത്തേക്കൊക്കെ നിൽപ്പുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വെട്ടിക്കളയാം. സാധാരണ ചിലർ ലൈനിങ് തുണി ആയിരിക്കും നല്ല രീതിയിൽ മെഷർമെൻറ്റ് എടുത്ത് വെട്ടിക്കളയണം. അപ്പം മെയിൻ ക്ലോത്ത് ഇതേപോലെ പുറത്തേക്കൊക്കെ നിൽപ്പുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ സാധിക്കും. ഇനി നമുക്കിതേ ഫ്രണ്ടിൽ ആലിയ കട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതേപോലെ മടക്കിയിട്ടതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു കട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു ചോക്ക് വെച്ച് വരയ്ക്കുക എന്തെങ്കിലും ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു ലൂസ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ വലിച്ച് നമ്മൾ ഫ്രില്ലിടൂലേ, അതേപോലെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക് ഭാഗവും അതേപോലെ തന്നെ. അല്ലാതെ നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് ഞാൻ ഇതേപോലെ ഗ്യാദേഴ്സ് കൊടുക്കുന്നില്ല. നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ലൂസ് സ്റ്റിച്ച് ഇട്ടിട്ട് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫ്രണ്ട് ഭാഗം ഇതേപോലെ ഒന്ന് ആ കുനുപ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ ട്രയാങ്കിളിൻ്റെ, അവിടെ നമുക്കൊരു മുട്ടുസൂചി കുത്തി കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് ഇതേപോലെ സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും അടിക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് ഞെറിഞ്ഞ് കൈ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ്. ബാക്ക് ഭാഗം അടിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങിയാലും മതി. പിന്നെ നമുക്ക് ഈ ഫ്രില്ല് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പിടിക്കണമെന്ന് നിർബന്ധമില്ല. എന്നാലും ഇതേപോലെ ഒന്ന് എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടും കൂടി നല്ല രീതിയിൽ അടിക്കാൻ സാധിക്കും. ബാലൻസ് ക്ലോത്ത് ഒന്നും ഇങ്ങനെ പുറത്തേക്ക് തള്ളിയൊന്നും വരുമൊന്നുമില്ല. പിന്നെ നമ്മൾക്ക് ഈ ഗ്യാദേഴ്സ് അടിച്ച് കൊടുക്കുമ്പോൾ ഇതേപോലെ കുറേശ്ശെ അടിച്ചിട്ട് ഗ്യാദേഴ്സ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ ഇതാക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇടയിലൊക്കെ കയറി പിടിക്കും. 2 ഭാഗവും നമ്മൾ ഗ്യാദേഴ്സൊക്കെ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻവിസിബിൾ ഷോൾഡർ ജോയിനിങ് ആണ് ചെയ്യാൻ പോണത്. അത് നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ കാണിക്കുന്നില്ല, നമുക്കൊക്കെ ഇഷ്ടംപോലെ വീഡിയോസിലൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ ലൈനിങ് ക്ലോത്ത് എടുത്തിട്ടാണ് നമ്മളിങ്ങനെ മറച്ചു വെക്കണത്. എന്നിട്ടാണ് നമ്മൾ അടിച്ച് ഇതേപോലെ വലിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നത്. ഇനി നമുക്ക് സ്ലീവിൻ്റെ അവിടെ ഇതേപോലെ 2 സ്ട്രിപ്പ് എടുക്കുക. 1.25 ഇഞ്ചിൻ്റെ 2 സ്ട്രിപ്പ് ഇതേപോലെ സ്കെയിലൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. എനിക്കങ്ങനെ നേരെ കട്ട് ചെയ്യാനുള്ളൊരു ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഞാൻ സ്കെയിലൊക്കെ വെച്ച് ഇതേപോലെ വരച്ചതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഒന്നും വെട്ടിക്കളയേണ്ട ആവശ്യമൊന്നും വരാറൊന്നുമില്ല. അതിനുശേഷം ഇതേപോലെ കയ്യിലേക്ക് വെച്ചിട്ട് നമുക്കിതേപോലെ അടിച്ചു കൊടുക്കാൻ സാധിക്കും. അടിച്ചു കൊടുത്തതിന് ശേഷം കണ്ടില്ല, ഇപ്പോഴാണ് കറക്റ്റായിട്ട് മനസ്സിലായത്. കണ്ട നമ്മളുടെ കൈയുടെ ആ ഒരു ഭാഗം ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ കർവ് ചെയ്ത് തന്നെ വെച്ച് കൊടുക്കാൻ നോക്കണം കേട്ടോ. നമ്മളിങ്ങനെ ചെറുതായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ മാറ്റി ആ കർവ് നല്ല രീതിയിൽ ചെയ്തോളാം. കർവ് നമ്മൾ പിടിച്ച് വലിക്കുകയൊന്നും ചെയ്യരുത്. അതിനുശേഷം അത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ആ കർവിൻ്റെ ഭാഗം മാത്രം കട്ട് ചെയ്താൽ മതി. കട്ട് ചെയ്തതിന് ശേഷം മുകളിലും ഇതേപോലെ തന്നെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. നേരിട്ട് വേണമെങ്കിൽ നമുക്ക് അടിക്കാം. അപ്പോൾ സൈഡിൽ ഇതേപോലെ ഒരു അടിപ്പ് ഉണ്ടാവും. എനിക്കത് ഇഷ്ടമല്ല, ഞാനതവിടെ തുന്നി കൊടുക്കാൻ പോവുകയാണ്. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒരു ചെറിയൊരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി ഭാഗം നമ്മൾ തുന്നിയാണ് ഇവിടെ പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ കിട്ടുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ല നമ്മൾക്ക് ലൈനിങ് ക്ലോത്ത് വെച്ച് മടക്കിയാൽ അടിച്ചാലും അങ്ങനെ ആയാലും മതി. 2 ഇഞ്ചല്ലേ നമ്മൾ സ്ലീവ് അലവൻസ് കൊടുത്തിരുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് മാറ്റിയിട്ട് ഇതേപോലെ ഷേപ്പ് ചെയ്താൽ മതി. താഴേക്കൊക്കെ ഒരു 1/2 ഇഞ്ച് കൊടുത്താൽ മതി കേട്ടോ. ഷേപ്പിൻ്റെ ആ ഭാഗത്ത് മാത്രം നമ്മൾ 1.5 ഇഞ്ച് എടുക്കണുള്ളൂ. അങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി താഴെ ഞാനൊന്ന് മടക്കി അടിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കംപ്ലീറ്റ് ഇതൊന്ന്
ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഒരു ട്രെൻഡിന്നോ മാക്സിന്നൊക്കെ വാങ്ങുന്ന നല്ല അടിപൊളി ടോപ്പില്ലേ, അതേപോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. കറക്റ്റ് ഒരു റെഡിമെയ്ഡ് ഫിനിഷിങ് തന്നെയാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കും കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുമോ എന്ന് തോന്നണം. യോക്ക് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് ഭാഗം നല്ല ലൂസ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ ഉണ്ട്. നമുക്ക് നല്ല സുഖമായിരിക്കുള്ളൂ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ സ്ലീവ്ലെസ്സും കൂടിയാണ്, അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കുള്ളൂ. പിന്നെ ബാക്ക് ഭാഗം കണ്ടല്ലോ, ഇതേപോലെ ഞാനൊരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്കിന് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല ഇടാൻ വേണ്ടിയിട്ട്. ഇത് ജീൻസിൻ്റെ കൂടെയും പലാസോൻ്റെ കൂടെയും ഒരു പട്ടുപാവാടയുടെ കൂടെ വരും നല്ല അടിപൊളിയായിട്ട് ചേരുന്നുണ്ട്. നവരാത്രിയൊക്കെ അല്ലേ, ഇതേപോലെ ടോപ്പും ഒരു പാവാടയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ലുക്ക് ആയിരിക്കുള്ളൂ. പിന്നെ നമുക്ക് ഇതേപോലെ പുറത്ത് പോകുമ്പോഴും യൂസ് ചെയ്യാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ മതി. ഇതേപോലെ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇറ്റ്സ് മൈൻ ബൈ ഷാലിമ.